ഹായ് ഹലോ അസ്സാം വലൈക്കും. നമ്മളിന്ന് മക്കളായിട്ട് വണ്ടറിലേക്ക് പോവാട്ടോ. എനിക്ക് തീരെ വയ്യ, നല്ല തലവേദന കേട്ടോ. പിന്നെ മക്കളൊരു സന്തോഷമല്ല, നമ്മളില്ലാതാക്കണ്ടെന്ന് കരുതി രാവിലെ ഏകദേശം ഒരു 5:30-6 മണിയാകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏകദേശം 6 മണിക്കൂറത്തെ യാത്രയുണ്ട് കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ നല്ല മഴയും ട്രാഫിക്കും അതേപോലെ തന്നെ കോട മൂടിയിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ 2 വണ്ടിക്കാണ് പോയത്, അനിയനും ഏട്ടനും ഞാനും മക്കളും കേട്ടോ. ഉമ്മയും ഉപ്പയൊന്നുമില്ല. ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കാണ്. എറണാകുളം എത്രയും മുതൽ തൃശ്ശൂർ കഴിയുമ്പോൾ തന്നെ ഭയങ്കര ട്രാഫിക്കായിരുന്നു കേട്ടോ. വണ്ടി തീരെ അരിച്ചിട്ടാണ് പോണത്. ഇതൊക്കെ ഞാൻ ട്രാഫിക്കിൽ നിന്ന് എടുത്ത ഓരോ വീഡിയോസാണേ. ഏകദേശം ഒന്ന് കടന്ന് ഉറങ്ങിയപ്പോൾ ചെറുതായിട്ടൊന്ന് എൻ്റെ തലവേദനക്ക് ഒരു കുറവ് കണ്ടു കേട്ടോ. പിന്നെ വീട്ടിൽ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് പോകുമ്പോൾ അത് വേറൊരു രസമാണല്ലോ. ഉമ്മയും ഉപ്പയും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി രസമായിരുന്നു. പക്ഷെ അവരൊന്നും പോകുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ജസ്റ്റ് ചായ ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വണ്ടി നിർത്തി എല്ലാവരും ഒന്ന് റിലാക്സ് ആയി ഒന്ന് ഇറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണിത്. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടർലയിലെത്തി. ഒരു ബസ്സിൻ്റെ പിന്നാലെയായിട്ട് ഒരു 10-50 ബസ്സെങ്കിലും അന്ന് സ്കൂളുള്ള ദിവസമാണ്. പക്ഷേ അത്രയും ബസ്സുകളും വണ്ടികളും അവിടെ നിറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ട് നമ്മളവിടെ എത്തിയപ്പോൾ. 11 മണിക്കാട്ടോ അവിടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അനിയൻ ഗൾഫിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്ക് NRA ഒരു ടിക്കറ്റ് അവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് ബോർഡിംഗ് പാസ് കാണിച്ചു കൊടുത്താൽ ഒരു ടിക്കറ്റുമ്പോൾ തന്നെ നമുക്ക് എത്ര റേറ്റ് കുറഞ്ഞ് കിട്ടുമായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതൊരു ലോകം തന്നെയാണ്. ആരും മുഴുവൻ കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങില്ല. മക്കളൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നു കേട്ടോ. എല്ലാവരും ഡ്രസ്സ് പുറത്തുനിന്ന്, ആൺകുട്ടികളൊക്കെ പുറത്തുനിന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി. നമ്മൾ ലേഡീസ് പിന്നെ ഉള്ളിൽ എത്തിയിട്ട് വേണം. വണ്ടർലയിൽ പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാട്ടോ. അവർ പറയുന്ന ഡ്രസ്സേ ഇടാൻ പറ്റുള്ളൂ. അത് കോട്ടൺ ഒന്നും അവിടെ പറ്റില്ല. ആനക്കുട്ടനോടൊക്കെ ഒരു ഹായ് പറയാല്ലേ നമുക്ക്. അല്ല, ഇതാണ് സംഭവം. എല്ലാവരും കരുതും നമ്മൾ ചിരിക്കണമെന്ന്. ചിരിക്കൊന്നുമല്ല കേട്ടോ. സ്വർഗം കാണാന്നൊക്കെ പറയില്ല, അതേ ഒരു അനുഭവമാണ്. കാശ് കൊടുത്തിട്ട് നമ്മൾ പേടിക്കാന്ന് പറയില്ലേ, അതാണ് സംഭവം. പപ്പു പറഞ്ഞ പോലെ എൻ്റെ പഠിച്ചോനെ കാത്തോളി എന്നൊക്കെ ഇതിമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നേ. കാലൊക്കെ ആട്ടടിക്കണടുമ്പോൾ നമ്മളിത് നല്ല എൻജോയ്മെൻ്റ് ഒന്നും അല്ല കേട്ടോ. കയറിക്കഴിഞ്ഞാൽ അത് വേണ്ടില്ലേന്നൊന്ന് തോന്നും. അത്ര തലയൊക്കെ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിയായിരുന്നു. പിന്നെ ഇവനുണ്ടല്ലോ, ഇവൻ ആളൊരു പുലിയാട്ടോ. ബലൂണ് പോലെ ഇതിലിരുന്നപ്പോൾ നമുക്ക് ഒരു കാറ്റിന് നമ്മളിട്ട് കണ്ട് ഇങ്ങനെ വെറുതെ ആട്ടണ പോലെ. സംഭവം അടിപൊളിയാട്ടോ. അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയവർക്ക് നല്ല റൈഡിങ് ആട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എത്ര വേണം, ഒരു ലോകമാണ്, കണ്ട് കഴിയൂല, അത്രയുണ്ട്. ഞാൻ പിന്നെ ഫോൺ അധികം വെള്ളത്തിലായതുകൊണ്ട് ഫോൺ അധികം യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് ക്ലിപ്പുകൾ നിങ്ങൾക്ക് വേണ്ടി എടുത്തു എന്നുള്ളൂ. ഇത് അക്വേറിയാണ് കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. അവർ നമുക്ക് തീറ്റ തരും ഇട്ട് കൊടുക്കാൻ. അല്ല, ഇതാണെങ്കിലോ, ഇതൊക്കെ ഒരു സംഭവമാട്ടോ. എന്താ പറയുക, നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മളെ പേടിക്കാന്ന് പറഞ്ഞ മാതിരിക്കായിരുന്നു. പക്ഷെ പ്രകൃതിയിൽ അതൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സംഭവം കേട്ടോ. നല്ല അടിപൊളി വൈബായിരുന്നു. ഞാൻ പിന്നെ മോനെയും കൊണ്ട് ഐസൂട്ടിനേറ്റ് പിന്നെ ഞാൻ കുറച്ച് നേരം ഞാൻ കയറിയിരുന്നു, എന്നെ കൊണ്ട് വയ്യായിട്ട്. ഇത് ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ നമുക്ക് വേണ്ടി ഫോട്ടോ എടുത്ത് കൈമേൽ ഒരു ബാഡ്ജൊക്കെ കെട്ടിത്തരും. നമുക്ക് ഇറങ്ങുമ്പോൾ ക്യാഷ് കൊടുത്താൽ നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ആ ഫോട്ടോസ് അവർ നമുക്ക് തരും കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. നല്ലൊരു പ്രത്യേക പൂക്കളും വള്ളികളായിട്ട് നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ നമ്മൾ ചായ കുടിക്കുന്നതാണ്. കോഫിക്കും ഒരു മുട്ടയും ബ്രെഡും കൂടിയുള്ള റോസ്റ്റിനും കൂടി ഏകദേശം അധികമൊന്നുമില്ല, ഒരു 250 രൂപ. ക്യാഷ് ഭയങ്കര സംഭവം അതിൻ്റെ ഉള്ളിൽ കയറിയല്ലോ കേട്ടോ. അവർ ചായക്ക് തന്നെ നല്ല പൈസ വരുവേ. ഇത് കണ്ടാൽ തൊട്ടി ഇത് ഞാൻ മാറിയത് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമാണ്. അതിൻ്റെ താഴെയുള്ള ആൾക്കാർ ഏകദേശം
പോലെ പരിവാവും. അത്രയും ശക്തിയിൽ അത് വന്നിട്ട് മേലോട്ടൊന്നും മറിയല. സംഭവം നല്ല രസമാണ് കേട്ടോ. എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒരു ലോകം അത്രേ ഞാൻ പറയുള്ളൂ. കാരണം കണ്ട് കണ്ട് മടുത്താൽ എത്ര പറയാൻ മടുക്കൂല നമുക്ക്. അത്ര നല്ല 2 പൂൾ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ. ഒന്ന് കുട്ടികൾക്കായിട്ടും പിന്നെ ഒന്ന് എല്ലാവർക്കും വേണ്ടിയിട്ടും. മുഴുവൻ എല്ലാവരും എല്ലാ റൈഡിലും കയറിയിട്ട് കഴിയൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എല്ലാ ടിക്കറ്റിന്മേലും കുറച്ചും കൂടി അതേപോലെ തന്നെ ഒന്നുകൂടി എക്സ്ട്രാ ക്യാഷ് കൊടുത്താൽ എവിടെയും ക്യൂ നിൽക്കണ്ട. ഈ റൈഡിലൊന്നും അങ്ങനെ ഒരു ഓപ്ഷനും കൂടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക്, ഒരു 10 വയസ്സായ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവം റൈഡ് ചെയ്യുന്നതൊക്കെ കേട്ടോ. ഇതൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. കാരണം പേടിക്കണമൊന്നുമില്ല, നല്ല രസമായിരുന്നു ഇതൊക്കെ. പിന്നെന്താ പറയണതെന്ന് വെച്ചാൽ പിന്നെ കുട്ടികൾക്ക് നല്ല എൻജോയ്മെൻ്റ് ആട്ടോ. ഞാൻ അവസാനം ഐസുവിൻ്റെ നേരിട്ട് കുഴങ്ങിയിട്ട് ഓനൊരു മിഠായും വാങ്ങിക്കൊടുത്തു. ഓന് കൂട്ടിന് നമ്മളെ കബീഷുണ്ട്, ഹായ്. ഓന് കുറച്ച് നേരം പിടിച്ച് നിർത്തിയതാട്ടോ ഈ കാണുന്നത്. വെള്ളത്തിൽ ഓന് ആകെ മുങ്ങൂലേ. പക്ഷെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി അവസാനം ചീത്ത പറഞ്ഞിട്ടാണ് അവൻ കയറി. നിന്നിട്ട് വട്ടം കറക്കണം ആ വെള്ളത്തിലിട്ടോ. തലവേദനയൊക്കെ പിന്നെ എവിടെ പോയി എനിക്ക് തന്നെ അറിയില്ല. വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ഈ വെള്ളത്തിലായതുകൊണ്ടേ. പിറ്റേന്ന് സ്വാതന്ത്ര്യദിനമായതുകൊണ്ടേ അവിടെ ഇങ്ങനെയൊക്കെ നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ലൊരു അടിപൊളി വൈബാട്ടോ. കുട്ടികളായിട്ട് പോയാൽ ക്യാഷ് കൊടുക്കുന്നത്ര അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യരുത്. 2 കുരങ്ങന്മാരും ഒരു കുരങ്ങൻ്റെ കൂടെ. എൻ്റെ ഐസുട്ടനെ ഇതിന്മേൽ ഏകദേശം ഒരു 4 റൗണ്ട് ഞാൻ ചുറ്റിച്ചിട്ടുണ്ടാകും. കാരണം അതിൽ നിന്ന് ഇറങ്ങൂല, എങ്ങനെ ഇറങ്ങൂല. എല്ലാ കുട്ടികളും പോയിട്ട് ഓന് വീണ്ടും ഞാൻ ഈ റൈഡിൽ കയറ്റിയായിരുന്നു. അവസാനം ഒരു കുഴിമന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ ഏകദേശം ഒരു 2 മണിയായപ്പോൾ എത്തി.